റെസിനാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആ സാധനം പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്. ക്ലോക്കൊക്കെ പഠിക്കാനൊക്കെ ഞാൻ റേറ്റ് വെച്ചപ്പോൾ നല്ല റേറ്റാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, റെസിൻ്റെ ഇത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോന്നായിട്ട് വന്നത്. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഓരോ യൂട്യൂബിലും ഇതിലൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് കഴിയുമ്പോൾ ഇടണം, മാസ്ക് ഇടണം. ഞാൻ മാസ്ക് ഇട്ടില്ല, പക്ഷേ അന്ന് ഞാൻ ചെയ്തപ്പോൾ മാസ്ക് ഇട്ടില്ല. അപ്പം നമ്മൾ റെസിനും ഹാർഡ്നറുമാണ് അതിൻ്റെ ഇത് കിട്ടുക. അതെന്ന് വെച്ചാൽ പലരും പല റെസിൻ്റെ ഇത് കിറ്റ് വാങ്ങുമ്പോഴും പല അളവാണ് ഉണ്ടാവുക. എൻ്റെത് 1:3 ആണ്. പലരതും പല അളവാണ്, ഒരളവ് തന്നെ ആയിരിക്കില്ല. നമ്മൾ റെസിൻ്റെ മറ്റേ എഴുതുമ്പോൾ നോക്കിയാലാവുമ്പോൾ അളവ് എഴുതിയിട്ടുണ്ടാവും, അളവും ഉണ്ടാവും. പിന്നെ ഒരു പേപ്പറും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എത്ര എടുക്കണം, റെസിന് എത്ര എടുക്കണം, ഹാർഡ്നർ എത്ര എടുക്കണം എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക്. അപ്പം നമ്മൾ അതേ രീതിയിലനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഇത് കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയില്ല. അപ്പം ഞാൻ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് രണ്ടും കൂടി അളവ് കപ്പുണ്ട്, എൻ്റെ അളവ് കപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, നമ്മളെന്ന് പറയുക കുപ്പിമരുന്നിൻ്റെ മറ്റേ അളവെടുക്കണം, മറ്റേ മൂടില്ല, അതാണ് ഞാൻ അളവായിട്ടെടുത്തത്. അളവ് കപ്പ് ഞാൻ കപ്പ് വാങ്ങിയില്ല, അളവിന് ആ സംഭവം എടുത്തതാണ് ഞാൻ. ആവശ്യത്തിന് അളന്നെടുത്താണ് ഞാൻ. അപ്പം എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. അപ്പം അത് ഇളക്കണം, കൊമ്മള വരാൻ പാടില്ല. നല്ല നമ്മൾ ഫാസ്റ്റിൽ ഇളക്കുമ്പോൾ കൊമ്മള വരും. എന്നാൽ പതുക്കെ ഇളക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ പാടുള്ളൂ. ഇപ്പുറത്തേക്ക് തിരിക്കാനാ പാടില്ല. ഇളക്കണേ ഏത് ഭാഗത്തേക്കാണോ അവിടേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കൈവിടാതെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചവെള്ളം പോലെ ഇളക്കുമ്പോൾ രണ്ടും കൂടി മിക്സായി ഇത് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ നമ്മൾ നന്നായി ഇതാക്കി ഇളക്കുമ്പോൾ കൊമ്മള വരും. കൊമ്മള വന്നു കഴിഞ്ഞാൽ റെസിൻ ചെയ്യുമ്പോൾ കൊമ്മള പൊന്തിക്കെടുക്കും. അപ്പം അത് കാരണം ഞാൻ ജസ്റ്റ് മോൾഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒഴിച്ച് എല്ലായിടത്തും ആക്കി കൊടുത്ത്, എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ എല്ലാ മൂലയിലും എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം. നമ്മൾ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ നിരത്തി ആക്കി കൊടുക്കണം. നമ്മൾ നിരത്തി ഇതേപോലെ ആക്കി കൊടുക്കണം എല്ലായിടത്തും. ഇതേപോലെ അങ്ങനെ ആക്കി കൊടുത്ത് നിരത്തിയാക്കി കൊടുത്ത് ഇതേപോലെ അധികം ഒഴിച്ചില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തുള്ളൂ. അധികം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, കുറച്ച്. എന്നിട്ട് നമുക്ക് മേലെ വേറെ ഇതാക്കി ഒഴിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തുള്ളൂ. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തോടത്തൊക്കെ ആക്കി കൊടുക്കുക. ഇതേപോലെ സൈഡിലൊക്കെ ആവാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പറയുക, ഗ്ലിറ്റർ ഷീറ്റ് ഇടാം. ആ സാധനം അതിടാൻ വേണ്ടിയിട്ട് റെസിൻ വേറെ ഗ്ലാസ്സിൽ ഒഴിച്ച് ആ ഷീറ്റിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഇളക്കാൻ പാടുള്ളത്, നന്നായി എങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. പതുക്കെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം വെള്ളത്തിൽ. അതിങ്ങനെ പതുക്കെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം. അത് വെള്ളത്തിൽ മിക്സായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അസിൽ നമ്മൾ കുറച്ച് ഒഴിച്ചില്ല, അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം. മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ എല്ലായിടത്തും ആക്കി നമുക്ക് ഇങ്ങനത്തെ എത്ര ഇടണം അവിടെ ഇട്ട് കൊടുക്കുക. ഫുള്ളിടണമെങ്കിൽ ഫുള്ളിടുക, അല്ലെങ്കിൽ ഹാഫ് ഇടണമെങ്കിൽ ഹാഫ് ഇടുക. അല്ലെങ്കിൽ രണ്ട് സൈഡ് അറ്റത്തോട്ടിട്ട് നടുക്ക് മാത്രമായിട്ട് പ്ലെയിൻ ആയിട്ടൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കത്. നമുക്കൊരു മോഡലനുസരിച്ച് ഞാൻ 2 സൈഡിലാണ് ഇട്ട് കൊടുത്തത്. നടുക്കൊഴിച്ച് ബാക്കി 2 സൈഡിലും ഇട്ട് കൊടുത്തു. ഞാൻ അതേപോലെ 2 സൈഡിലും ഗോൾഡൻ കളറാണ് ഇട്ട് കൊടുത്തത്. 2 സൈഡിലും ഇട്ട് കൊടുത്ത് നടുക്കൊഴിച്ച് ബാക്കി അതേപോലെ അങ്ങനെ ഇട്ട് കൊടുത്ത്. ഇന്ന് 24 മണിക്കൂർ അങ്ങനെ ഉണക്കണം. മറ്റേ സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണക്കാം.
പെട്ടെന്ന് എടുക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂർ വെക്കണം. ഇന്നുണ്ടാക്കിയാൽ നാളെ ഇതേ സമയമാകുമ്പോഴേ അത് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 24 മണിക്കൂർ വെച്ചിട്ടാണ് ആ സംഭവം എടുത്തത്. എൻ്റെ മറ്റേ സംഭവം ഇല്ലാത്ത തന്നെ എന്താ എന്നിട്ട് പോകാനും പാടില്ല എന്നാണ് ഇങ്ങനെ ഇതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ ഇരിക്കണത്. ഞാനതേപോലെ എ ഉണ്ടാക്കി, ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് എസ് ഉണ്ടാക്കി, ആർ ഉണ്ടാക്കി, വൈയും കെയും എന്നിട്ട് കീച്ചേൻ്റെ മുകളിൽ മേടിച്ചിട്ട് മറ്റേ കീച്ചേൻ ഇട്ട് കൊടുത്ത് നമുക്ക് വണ്ടിയുടെ താക്കോൽ അങ്ങനെ പലതും ഇടാൻ താക്കോലുമ്പോൾ